അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ അമ്പിളി ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലേ, പുള്ളിക്കാരിയുടെ അമ്മ പാലാത്തങ്ങ ചേച്ചി, അവർ വളരെ സീനിയർ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, അറിയാമല്ലോ അല്ലേ, ഇപ്പം ഇല്ല, പാവം, പ്രണാമം. അപ്പോൾ പുള്ളിക്കാരിയോട് പറഞ്ഞു, പുള്ളിക്കാരിയാണ്, അതിനെന്താ ഞാനുണ്ട്, മോക്ക് ഞാൻ വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൊണ്ടുവന്നത്. അതൊരു വലിയൊരു തുടക്കമായിരുന്നു. അതെ. പിന്നെ ഞാനതങ്ങ് മുറുക്ക പിടിച്ചു, അശ്രാന്തം പരിശ്രമിച്ചു. എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണം, ഒരു നല്ലൊരു കഴിവുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകണം എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നു. അല്ല, നമ്മുടെ ഓഡിയോ ലോഞ്ചിന്റെ വേദിയിൽ വെച്ച് ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ജോളി എന്ന് പറയുന്ന ഒരു കലാകാരി, ഒരു ഡബ്ബിംഗ് വളരെ സാധാരണ ഒരു ഡബ്ബിംഗ് കലാകാരിയിൽ നിന്ന് ഇന്ന് ഈ ചാപ്പോത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസറിലെ ലെവലിലേക്ക് എത്തിയത് കഠിന പരിശ്രമം കൊണ്ടാണ്. അപ്പൊ അത് ഒരു സാധാരണ ഒരു സ്ത്രീ എന്നുള്ള ലെവലിൽ നിന്നിട്ട് ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒരു രംഗത്തേക്കും ശോഭിക്കാൻ പറ്റില്ല, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ഈ ഹെൽപ്പുകളൊന്നും ഇല്ലാതെ ഒരു ഹാർഡ് വർക്ക്. തീർച്ചയായും അത് ഞാൻ, അതായത് സമയമൊന്നും നോക്കില്ല, ഒരു പങ്ക്ച്വാലിറ്റി. ഈ പങ്ക്ച്വാലിറ്റി എന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരുക്കന്മാരായ ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പേടിയും ഭയവും എന്നിലുണ്ട്. ഇപ്പം അന്നത്തെ കാലത്തൊക്കെ 9 മണിക്ക് നമുക്ക് പ്രൊഡക്ഷൻ വണ്ടി അയക്കും. ആ സമയം കൃത്യം 9 മണിക്ക് ആഹാരവും കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കണം, മൈക്കിൻ്റെ മുന്നിൽ എത്തിയിരിക്കണം. അപ്പം അതൊരു കൃത്യനിഷ്ഠ. അതിന് എൻ്റെ അമ്മയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, രാവിലെ എഴുന്നേൽപ്പിക്കാനും റെഡിയാക്കാനും ഒക്കെ അമ്മ ഒരുപാട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അന്ന് എല്ലാവിധ വിഭവങ്ങളും ഉണ്ട്. മോർണിംഗ് സെഷൻ തന്നെ ഒരു പാലപ്പം, പുട്ട്, ഇടിയപ്പം, നമുക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്. ഇറച്ചി, മുട്ട, അത് ഇത് നമുക്ക് കഴിക്കാൻ വയറില്ലെന്നേ ഉള്ളൂ. അപ്പം അന്നത്തെ ആ സമയത്ത് ഒരു ആഹാരം വളരെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതിനു വേണ്ടി അമ്മച്ചി എനിക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ അവിടെ പോയി കഴിച്ചോളാം. കാരണം ഈ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സിമ്പിൾ ആയിരിക്കുമല്ലോ. അപ്പം ഇത്രയും വിഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ കഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് എനിക്ക് ഒരു നിധി കിട്ടുന്ന പോലെ. ഇത് കഴിക്കാൻ വേണ്ടിയാണ് കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തുക. ഒന്ന്, പിന്നെ അത് പ്രാധാന്യമുള്ള ഒരു സംഭവമല്ലേ നമുക്ക്. അപ്പൊ കഴിച്ച് അകത്ത് കയറി മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 9 മണിയാകണം, കൃത്യം 9 മണിക്ക് അവിടെ തുടങ്ങുകയും ചെയ്യും. ഇത് കഴിക്കാൻ തന്നെ നമ്മൾ കൃത്യമായിട്ട് എത്തിയിരിക്കും. വണ്ടി വരുമ്പോൾ ചാടി കയറി അങ്ങ് പോയി തിയേറ്ററിൽ എത്തിയിരിക്കും. അതൊക്കെ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു, മറക്കാൻ പറ്റില്ല. ഈ ശബ്ദം കൊടുത്ത നടികളുടെ പേരുകൾ ഒന്ന് പറയാമോ? ഒരുപാട് പേർക്ക് ഞാൻ ശബ്ദം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി ഹീറോയിൻസിന് ഇല്ലെങ്കിൽ പോലും സബ് ക്യാരക്ടർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട്. നമ്മുടെ സല്ലാപത്തിലെ മഞ്ജു രാഘവന്, കലാരഞ്ജനിക്ക്, കൽപ്പനയ്ക്ക്, നമ്മുടെ മഴവിൽ അഭിനയിച്ച പ്രവീണ, പുള്ളിക്കാരി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. എങ്കിലും മഴവിൽ എന്ന പടത്തില് ഞാൻ ആ പുള്ളിക്കാരി കണ്ടായിരുന്നു അല്ലേ. ഞാൻ അത് കണ്ടിട്ട് നമ്മുടെ ഡബ്ബിംഗ് മേഖലയിൽ തന്നെ ഒരാളോട് ഞാൻ പറയുകയും ചെയ്തു, യഥാർത്ഥത്തിൽ പക്ഷെ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. അത് എന്താ പറയാ, ഒരു ചെറിയ മിമിക്കും കൂടിയാണ്, നമ്മൾ ആ ഒരു ടോണിൽ പിടിക്കുക എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും പറയില്ല, കാരണം കൃത്യം. കാരണം പ്രവീണ പിന്നെ മിക്കവാറും സിനിമകളിലൊക്കെ പ്രവീണയുടെ അപ്പൊ ഈ സൗണ്ട് നമുക്ക് അറിയാന്നുള്ളതുകൊണ്ട് ആ സിനിമ കണ്ടപ്പോ, മഴവില് കണ്ടപ്പോ കൃത്യമായിട്ട് പ്രവീണയുടെ. അപ്പൊ അതാണ് ഒരു കലാകാരി, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതാണ്. ഒരു നടിയുടെ ഫുള്ള് അവരുടെ രൂപവും ഭാവവും അവരുടെ അഭിനയ ശൈലിയും അത് നമ്മൾ അവരെ അബ്സോർവ് ചെയ്യും. അവരെന്താ ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെയാണ് പോയിരിക്കുന്നത്, അവരുടെ ലിപ്പ് എന്താ, സിങ്ക് ഏതാ, അവരുടെ ബോഡി ആക്ഷൻ, ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ കൈ എന്താ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വോയിസിൽ എന്താന്നുള്ളതിന്റെ ആ ഒരു എഫക്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ഡബ് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഡബിങ് എന്ന് പറയുന്ന ഇപ്പോഴും ഞാൻ പറയുന്നത് 100% എനിക്ക് ഡബിങ് അറിയില്ല. എന്തായാലും എന്നെ കൊണ്ട് ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്ന രീതിയിൽ ഞാൻ അന്നത്തെ കാലത്ത് വളരെ മനോഹരമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ ഒരു പാതയിൽ കൂടി വന്നതുകൊണ്ടാണ് എനിക്കിന്നൊരു 100 പേർക്ക് ജോലി കൊടുത്ത് മറ്റുള്ള ലാംഗ്വേജിലേക്ക്, ഞാനിപ്പോൾ എല്ലാ ലാംഗ്വേജും എടുത്ത് ചെയ്യുന്നുണ്ട്. തെലുഗു, മലയാളം, കന്നഡം, മറാഠി, ഗുജറാത്തി ആഡ്സൊക്കെ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്യ ലാംഗ്വേജിൽ, നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജിലൊക്കെ ഒരുപാട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ തെലുങ്ക്, കന്നഡ ഇതെല്ലാം എങ്ങനെയാണ് പഠിച്ചത്? അത് നമ്മൾ ഇങ്ങനെ അവരോട് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഭാഷകൾ നമുക്ക് കയ്യിൽ കിട്ടും സംസാരിക്കാനായിട്ട്. അതിനൊരു കഴിവാണ്. അതെ, ഈ ഭാഷ പഠിച്ചെടുക്കാൻ തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഒരുപാട് പേര് ഗൾഫിൽ പോകുന്നുണ്ട്. പക്ഷെ അതില് ഗൾഫിലെ ഈ അറബ് പഠിച്ചെടുക്കുന്നവര് വളരെ കഴിവ്. പക്ഷെ പഠിച്ചെടുക്കുന്നവര്
പറയുന്നത് കേട്ട അറബികൾ പറയുന്നതിനെക്കാട്ടി പിന്നെ നമ്മൾ ഏത് ഭാഷ സംസാരിച്ചു കഴിഞ്ഞാലും അതിനകത്തൊരു മലയാളം ഉണ്ടാവില്ല. ഇപ്പൊ തെലുങ്ക് ഇപ്പൊ ഒരാളെ കണ്ടിട്ട് ഹായ് నేను చూసి చాలా రోజాయిందే അപ്പടിന്ന് പറയുമ്പോൾ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്തൊരു മലയാളം കലർപ്പുണ്ടാകും. ഈ ഇപ്പം തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, തമിഴ് ഇങ്ങനെ പടങ്ങളൊക്കെ ലിറിക്സ് എഴുതുമല്ലോ പാട്ട് കേട്ടിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആ കണ്ടന്റ്? കന്നഡത്തിലും തെലുങ്കിലും ഹിന്ദിയിലും ഒന്നും പാട്ട് എഴുതുന്നത് ഞാനല്ല. അത് അതിന്റെ റൈറ്റേഴ്സ്. അത് അത്ര ഗ്രാഹ്യമുള്ളവർ വേണമല്ലോ എഴുതാൻ. നമ്മളിപ്പം ഞാൻ മലയാളത്തിൽ ലിറിക് എഴുതിയാൽ പോലും ഞാൻ ആ പാട്ടിന്റെ സ്ക്രീനിങ് നോക്കി കണ്ടന്റ് മാത്രമേ എടുക്കത്തുള്ളൂ. മലയാളത്തിൽ എന്താണോ എഴുതിയേക്കുന്നത് അത് അതുപോലെ ഓപ്പോസിറ്റ് നമ്മൾ തമിഴിലേക്ക് മാറ്റുമ്പോഴാണ് പാട്ട് ബോറാകുന്നത്. ഞാനിത് ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മള് അത് കേട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ തമിഴിലേക്ക് ആക്കുമ്പോഴാണ് ഈ അതിനെ പിന്നീട് വ്യാഖ്യാനിച്ച് ഒരു കോമഡി സബ്ജക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോകുന്നതൊക്കെ കാരണം അതാണ്. അപ്പം ഞാൻ എഴുതിയ അന്ന് മുതല് ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നത് എഴുത്തുകാരിൽ മഹാനായ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന വലിയ ഒരു എന്താ പറയുന്ന ഒരു സാഹിത്യകാരനും ഒരു വലിയ ലിറിക്സ് റൈറ്ററാണ് അദ്ദേഹം. എന്റെ ഗുരുവും കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം എനിക്ക് ആദ്യം പറഞ്ഞു തന്ന ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അറിവ് ഇതായിരുന്നു. കാരണം നീ പാട്ട് കേട്ടിട്ട് അതുപോലെ നീ തമിഴ് എഴുതി വെക്കരുത്. കാരണം നിനക്ക് തമിഴ് അറിയാം. ഗിരീഷേട്ടൻ എപ്പോഴും പറയും എനിക്ക് തമിഴ് അറിയത്തില്ല, ഞാൻ പാട്ട് കേട്ടിട്ട് സ്ക്രീനിങ് അത് നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ നീ എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതണമെന്നും പറഞ്ഞിട്ട് ഒരു പാഡും ഒരു പേനയും എനിക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം. അന്നു മുതലാണ് ഞാൻ പാട്ട് എഴുതുന്നത്. അല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു വലിയ സാഹിത്യകാരനോ അല്ലെങ്കിൽ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ പാട്ട് എഴുതുന്നത്. അല്ല, എനിക്ക് ഞാൻ അതാ ചോദിച്ചത്. കാരണം നമ്മുടെ വിഷ്വലില് ഒരു സാഡ് സോങ് ആണെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും. അത് ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ മകൻ നഷ്ടപ്പെട്ട അമ്മ പാടുന്ന പാട്ട്, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട മകൻ പാടുന്ന പാട്ട്. അപ്പൊ ആ ഒരു ത്രെഡ് മനസ്സിൽ വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഐഡിയയിൽ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ തിങ്ക് ചെയ്ത് എഴുതുക അല്ലേ? തീർച്ചയായിട്ടും. അപ്പോഴും ആ പാട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ലിപ്പ് നോക്കാറില്ല. അതൊരു എന്റെ എഴുത്തിന്റെ ഒരു മൈനസ് ആകാം ചിലപ്പോ. പക്ഷെ ലിപ്പ് നോക്കി നമ്മൾ പാട്ട് എഴുതുന്നതും ലിപ്പ് നോക്കാതെ പാട്ട് എഴുതുന്നതും നമ്മൾ ഓഡിയോ മാത്രം കേൾക്കുമ്പോഴേ അതിന്റെ ഡിഫറൻസ് അറിയത്തുള്ളൂ. സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ലിപ്പ് ചേരാത്ത, നമ്മളിത് അന്യഭാഷയാണ്, ഇത് മൊഴിമാറ്റമാണെന്ന് ലോകർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ പോയി നമ്മൾ ലിപ്പ് നോക്കിയിട്ട് പാട്ട് എഴുതേണ്ട കാര്യമില്ല. നമ്മൾ തനിയെ ഓഡിയോ എടുത്ത് കേൾക്കുമ്പോൾ അതൊരു ഒറിജിനൽ സോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഇതായിരുന്നു ആദ്യം തൊട്ടേ ഞാൻ ഫോളോ ചെയ്തു പോകുന്ന ഒരു, അദ്ദേഹത്തിന്റെ ആ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഒരു പ്ലസ് പോയിന്റ് അതാണ്. ഈ പുലിമുരുകൻ എന്ന് പറയുന്ന ഇവിടുത്തെ സൂപ്പർ ഹിറ്റ് പടമല്ലേ? അതെ അതെ. പുലിമുരുകനില് പിന്നെ ശിവചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ടല്ലേ? വേറെ ലാംഗ്വേജ് പാട്ട് പാടിയിട്ടുണ്ട്. പുലിമുരുകൻ വേറെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡം. കന്നഡം എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ കന്നഡം പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു അതർ ലാംഗ്വേജിലുള്ള സിംഗേഴ്സ് ആവട്ടെ, സിംഗേഴ്സിന് നമ്മുടെ ഭാഷ വന്ന് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മലയാളം. പക്ഷെ ഒരു മലയാളിയായ സിംഗേഴ്സ് ഏത് ലാംഗ്വേജും പാടും. അത് നമുക്ക് ദൈവം തന്നേക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. നമുക്ക് ട്രൈ ചെയ്യാം. ഒരു പക്ഷെ നമ്മൾ ഭാഷകൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന തമിഴിനകത്ത് മലയാളം ടേസ്റ്റ് വരും. അപ്പം ഒരു പാട്ടിനകത്ത് അത് വരത്തില്ല. അതൊരു വലിയ, ഇപ്പൊ തൃശ്ശൂര് സ്ലാങ് എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർ സ്ലാങ്, അവരൊന്ന് പാട്ട് പാടുമ്പോ തൃശ്ശൂർ സ്ലാങ്ങിലല്ല പാടുന്നത്. ബംഗാളി അവരിവിടെ വന്ന് മലയാളം പാടുന്ന മലയാളി പാടുന്നതിനേക്കാൾ വളരെ ക്ലാരിറ്റിയും. പക്ഷെ അത് ശ്രേയാ ഘോഷലിനെയൊക്കെ നമ്മൾ നമിക്കാനുള്ള കാരണം ഇതാണ്. ഇതെല്ലാവർക്കും സാധിക്കത്തില്ല. അന്യഭാഷയിൽ നിന്ന് വന്ന് പാടുന്നവർക്ക്. അതുകൊണ്ടാണ് ഒരു ഒറ്റപ്പെട്ട ആളാ. ഈ പറഞ്ഞതുപോലെ മലയാളിക്ക് ഏത് ലാംഗ്വേജും നല്ല രീതിയിൽ പാടാൻ പറ്റും. പക്ഷെ അവർക്കൊന്നും മലയാളം പാട്ട് അതിനകത്ത് ആ പാട്ടില് അവരുടെ ഒരു, ഇപ്പൊ മന്നാടെ സാറ് പാടിയ മാനസമൈനെ വറു എന്നാണ്. അതിനകത്ത് വരൂ എന്ന് അവർക്ക് പാടാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അത് നമുക്ക് മാനസമൈനി ഒരു അങ്ങനെയല്ലേ കിടക്കും. പക്ഷെ ശിവചേട്ടൻ ആ കന്നഡ
കന്നഡത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ സാബു സാർ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ലിറിക് റൈറ്റർ ഇപ്പൊ നമ്മൾ പ്രോജക്റ്റ് എടുത്ത് ചെയ്യുമ്പോ ലിറിക് റൈറ്റർ എന്നോട് ചോദിക്കും, സാർ അത് ഈ പാട്ടിന്റെ എന്താണ്, എങ്ങനെയാണ് ഓപ്പോസിറ്റ് അത് ഞാൻ പറയും, അന്നേരം ഞാൻ പറയും നിങ്ങൾ സ്ക്രീൻ നോക്കിയിട്ട് അതിന്റെ വിഷ്വൽ എന്താന്ന് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി സബ്ജക്റ്റുമായിട്ട് അങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും. അല്ലാതെ ഞാൻ പറഞ്ഞു തരുന്ന മൊഴി അതുപോലെ ഞാൻ മലയാളം കേട്ടിട്ട് അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ അത് വൃത്തികേടായിരിക്കും. അപ്പൊ അവർക്ക് അതൊരു പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും. ഇപ്പൊ തന്നെ വലിയ വലിയ പടങ്ങൾ ഇപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം അവരെനിക്ക് ഇപ്പൊ സന്തോഷ് നാരായണ സാറാവട്ടെ, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ ശ്യാം സി എസ് സാറാവട്ടെ, ഇവരൊക്കെ ആദ്യം പാട്ടിന്റെ ഇത് ലിറിക്ക് തമിഴ് കമ്പനി നമുക്ക് അയച്ചു തരും. ഞാനപ്പോ അവരോട് പറയും എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, കാരണം തമിഴ് പാട്ടിന്റെ ലിറിക്ക് എനിക്ക് ആവശ്യമില്ല, കാരണം ഞങ്ങൾ എഴുതാൻ പോകുന്നത് വേറെയാണ്. അത് നോക്കിയിട്ട് നമ്മൾ പകർത്തിയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഈ പുലിമുരുകൻ സാധി വെച്ച പോലെ പുലിമുരുകനകത്തെ കന്നഡം പാട്ട് ആക്ച്വലി ആദ്യം അത് വേറെ ആരോ പാടാനിരുന്നതെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് പാടുന്ന കന്നഡ അതാണ് കേട്ടോ, അത് സത്യമാണ്. അതിനകത്ത് കണ്ണമുച്ചെ കാടകുടെ ഹിടിതനു വേഗ, അതെ അതിന്റെ മലയാള പാട്ട് ഏതാണ്? കാച്ചിലമ്പേനമൈനേ. അപ്പൊ ഒരു വ്യത്യാസമില്ലല്ലേ? അതെ. അത് പിന്നെ ഏറ്റവും വലിയൊരു ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ സാറ് പറഞ്ഞു അത് അതുപോലെ തന്നെ ഉണ്ടല്ലോ, റൈമിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അത് റൈമിങ്, എന്ന് പറഞ്ഞാലും മീറ്റർ കറക്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് വരുന്ന ആ ഒരു റൈമിങ്, അപ്പം ഞാൻ ആദ്യം പാടിയപ്പോ സാറ് പറഞ്ഞു അത് ഒറിജിനൽ പോലെയുണ്ട്. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ തകത ലിറിക് റൈറ്റർ എഴുതിയാൽ ഞാൻ അപ്പൊ അത് നോക്കിയിട്ട് പാടി നോക്കിയിട്ട് പറയും. കന്നഡ ആവട്ടെ തെലുങ്ക് ആവട്ടെ ഏത് ലാംഗ്വേജും ആവട്ടെ, ഇല്ല ഇത് എനിക്ക് ആ പക്ക റൈമിങ്ങിൽ വന്നിട്ടില്ല. അത് കറക്റ്റ് തക്കിട്ടാന്ന് എഴുതിയെങ്കിൽ തക്കിടാൻ തന്നെ നമ്മൾ എഴുതണം. തക്കിടാന്ന് എഴുതി വെച്ചാലും പാടാം, പക്ഷെ നമുക്ക് അതിന്റെ ഡിഫറൻസ് പെട്ടെന്ന്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സംഗതി ചേർക്കേണ്ടി വരും. അതിന് അനാവശ്യമായിട്ട് സംഗതി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ത് ചെയ്തേക്കുന്നോ നമ്മൾ അതുപോലെ ചെയ്യും. അപ്പൊ ഈ ഒരു റൈമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ അന്നത്തെ കാലങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ഡബ് ചെയ്യാൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. തീർച്ചയായും. അപ്പൊ സംവിധായകര് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം അന്ന് കണ്ടുപിടിച്ച ഒരു സംഭവം പറഞ്ഞാൽ, സ്ത്രീകളിൽ വനിതാ ഡബിങ് ആർട്ടിസ്റ്റുകളിൽ വളരെ മികച്ച ആൾക്കാരെ കൊണ്ട് അവര് കൊച്ചുകുട്ടികളുടെ ശബ്ദം, പക്ഷെ അത് എല്ലാവർക്കും കഴിയണമെന്നില്ല അല്ലേ? കാരണം അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാനും പാടില്ല, എന്ന ഒരു നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യാൻ വേണം. അങ്ങനെ ഒരുപാട് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും മറക്കാൻ പറ്റാത്ത. പിന്നെ കൂടുതലും എനിക്ക് ശ്രദ്ധ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു TV ലാൻ ചെയ്ത സമയത്ത് ഒരുപാട് കാർട്ടൂണ് പല ശബ്ദത്തില് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. എന്താ ആരാ എന്താ ചോദിക്കാൻ പോന്നെ? എന്താ ചോദിക്കാൻ പോന്നെ? രാവിലെ എന്താ കഴിച്ചേ? ഞാൻ രണ്ട് ഇഡ്ഡലിയാ കഴിച്ചേ. ആണോ? മോക്ക് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം? എനിക്ക് രണ്ടുപേരെ ഇഷ്ടം. പിന്നെ അമ്മയോട് ഇത്തിരി കൂടുതലാ. എനിക്ക് അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാതെ ഒക്കെ തരും, പൊരിച്ചു തരും. അതുകൊണ്ട് എനിക്ക് അമ്മയോട് കുറച്ച് സ്നേഹം കൊള്ളാം. പിന്നെ എനിക്ക് രണ്ടുപേരെയും ഒത്തിരി ഇഷ്ടം. അമ്മ അടിക്കത്തില്ല, അച്ഛനും അടിക്കത്തില്ല. അങ്ങനെയൊന്നും പറയാം. ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ അയ്യോ ഞാൻ അങ്ങനെ ചോദിച്ചല്ലോ, മോള് കരയാതെ. ഇതിപ്പോ ഒരു കാര്യം ചെയ്യ, അങ്കിള് ഒരു മുട്ടായി വാങ്ങി തരാം, ഒരു പാട്ട് പാടി തരുമോ? പാട്ട് പാടി തരും. എനിക്ക് എന്നാ മുട്ടായിയാ വാങ്ങിച്ചത്? ഓക്കെ, ഏത് മുട്ടായിയാ വേണ്ടെന്ന്? എനിക്ക് പിന്നെ ഈ കുഞ്ഞു മുട്ടായില്ല, ജീരക മുട്ടായി, അതിഷ്ടമാണോ?
അത് വലിയ ഇഷ്ടാ. ആ ജീരകമുട്ടായി വാങ്ങിച്ചു തരാം. മോള് ഒരു പാട്ട് പഠിക്കാം, അങ്ങള് കേക്കട്ടെ. അയ്യോ ഇഷ്ടമുള്ളൊരു പാട്ട്. അച്ഛാ പാടണോ? പിന്നെ മുട്ടായി വാങ്ങിക്കണ്ടേ? ഒരു പാട്ട് പാടട്ടെ. നമ്മുടെ മമ്മൂട്ടി അങ്കിള് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ പോകുമ്പോ അങ്ങനെ ഒരു പാട്ടില്ലേ, അത് പാടട്ടെ. പെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞു. മുട്ടായി വേണ്ടേ? മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞു. ആറ്റക്കിളി പോകുന്നേരം മഞ്ഞണീറ്റുകൾ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കളിമെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്കാ. കുന്നിൽ മഞ്ചാടി കുന്നിലേറാ. വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്ക.